ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരുമെന്ന വിശ്വാസം മൂലമാണ് മിക്കവരും വീടുകളിൽ മണി പ്ലാന്റ് പരിപാലിക്കുന്നത്. അകത്തളങ്ങൾ അലങ്കരിക്കുന്നതിനോടൊപ്പം വീടിനുള്ളിലെ അന്തരീക്ഷത്തെ ശുദ്ധിയാക്കാൻ മണി പ്ലാന്റിന് സാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. ഇതാണ് മണി പ്ലാന്റിനെ വീടിനകത്തെ അരുമ സസ്യമാക്കി മാറ്റുന്നത്. ചൈനീസ് വാസ്തുശാസ്ത്രപരമായ ഫെങ് ഷൂയി പ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് മണി പ്ലാന്റ്. വീടിനുള്ളിൽ കൃത്യമായ സ്ഥാനത്ത് ക്രമീകരിക്കുകയാണെങ്കിൽ മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുമെന്ന് ഫെങ് ഷൂയി പറയുന്നു. സ്ഥാനം തെറ്റിയാൽ ബലം വിപരീതമാകും എന്നും പറയുന്നുണ്ട്. വീടിനുള്ളിൽ തെക്കു കിഴക്ക് ഭാഗത്തായി മണി പ്ലാന്റ് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ ഇത് ഉത്തമമാണ്. അതുപോലെ വടക്കു കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും മണി പ്ലാന്റ് നടരുതെന്ന് വാസ്തു വിദഗ്ധർ പറയുന്നു. നെഗറ്റീവ് എനർജി ഉള്ള വശമാണ് ഇത്. ശ്രദ്ധയോടെ വേണം മണി പ്ലാന്റ് പരിപാലിക്കാൻ. സൂര്യപ്രകാശം മണി പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായതിനാൽ ജനലിന് സമീപത്ത് മണി പ്ലാന്റ് വളർത്തുന്നതാണ് നല്ലത്. ചട്ടിയിലല്ലാതെ അലങ്കാര കുപ്പികളിൽ വെള്ളം നിറച്ചും ചിലർ മണി പ്ലാന്റ് വെക്കാറുണ്ട്. ജോലി സ്ഥലങ്ങളിൽ മണി പ്ലാന്റ് പരിപാലിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. അതുപോലെ മണി പ്ലാന്റ് ഒരിക്കലും ഉണങ്ങിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇത് നെഗറ്റീവ് ഊർജത്തെയാണ് കാണിക്കുന്നത്. വീട്ടിലെ സമ്പത്ത് ശോഷിച്ചു പോകുന്നതിന്റെ മുന്നറിയിപ്പായിട്ടാണ് പലരും മണി പ്ലാന്റ് ഉണങ്ങിപ്പോകുന്നതിനെ കാണുന്നത്. ശാസ്ത്രീയമായ അടിത്തറയില്ലെങ്കിലും മണി പ്ലാന്റ് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ചുരുക്കത്തിൽ വെറുതെ ഒരു മണി പ്ലാന്റ് വീടിനുള്ളിൽ കൊണ്ട് സ്ഥാപിച്ചത് കൊണ്ട് സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്ന ധാരണ ശരിയല്ല.